പാർട്ടി വെൽക്കം. ഗവൺമെന്റ് ലോ കോളേജ് കാലിക്കറ്റിന്റെ KSU യൂണിറ്റ് നടത്തുന്ന ആസാദ് സ്റ്റഡി സർക്കിൾ KEE 2024 എക്സാം എൻട്രൻസ് ഓറിയന്റേഷൻ ക്ലാസ്സിലാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കാരിയർ ആസ്പെക്ട്സ് ഓഫ് ലോ. അതായത് നിങ്ങൾ ലോ എന്തിനു പഠിക്കുന്നു, എന്തൊക്കെ കാരിയർ ആസ്പെക്ട്സ് ആണ് ലോയിൽ നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ള ഒരു ഔട്ട്ലുക്ക് തരുന്ന ഒരു ഓറിയന്റേഷൻ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സിസി ജോസഫ്, നമ്മുടെ സിസി മാം ആണ്. ഷീ ഈസ് കറന്റ്ലി ദ ഹെഡ് ഓഫ് ലോ ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള പോലീസ് അക്കാദമി തൃശൂർ. മാം മാം പഠിച്ചതൊക്കെ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്താണ്. പിന്നീട് മാം LLM ചെയ്തിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നാണ്. ആൻഡ് മാം ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാം ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജ് കാലിക്കറ്റിൽ തന്നെ 4 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് മാമിന്. അതേപോലെ മാം രാജഗിരി, ന്യൂആൽസ്, SLIT അവിടെയൊക്കെ മാം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാം ഇതിനു മുമ്പ് ദുബായിൽ ഒരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കറന്റ്ലി ഷീ ഈസ് വർക്കിംഗ് ആസ് HOD തൃശൂർ പോലീസ് അക്കാദമി. അപ്പൊ ഇത്രയും വെറൈറ്റീസ് ഓഫ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു എമിനന്റ് പേഴ്സൺ ആണ് ഇന്ന് നമ്മളുടെ നീറ്റിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ 100% എത്രത്തോളം കരിയർ ആസ്പെക്ട്സ് നമുക്ക് പറഞ്ഞുതരാൻ മാമിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ മീറ്റിൽ വന്ന എല്ലാവർക്കും ഇന്നത്തെ മീറ്റിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? താങ്ക് യു. യെസ് മാം, ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഐ ബിലീവ് എല്ലാവരും LLBയുടെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ LLB എടുക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ അവിടെ മീറ്റിലുള്ളവർ എന്ത് ക്വസ്റ്റിന് മൈക്ക് ഓണാക്കി മറുപടി പറഞ്ഞില്ലെങ്കിലും മെസ്സേജ് ആയിട്ട് മറുപടി പറഞ്ഞാലും മതി. അപ്പോൾ ഞാൻ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യണ എന്തിനാണെന്ന് വെച്ചാൽ എടുക്കേണ്ട രീതികളും പറയേണ്ട പോയിന്റ്സ് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, എല്ലാവരും ലോ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരാണോ അല്ലെങ്കിൽ LLB പ്രിപ്പയർ ചെയ്യാനുള്ളവർ ആലോചിക്കുന്നതാണോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോ ആസ്പെക്ട്, LLB എടുക്കുമ്പോഴുള്ള നമ്മുടെ പ്രൊഫഷൻ എങ്ങനെയായിരിക്കും, അതിനുള്ള വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഓപ്പണിങ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ചിലർക്ക് ചെറുതായിരിക്കും. അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളെ എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, വക്കീലാവണം, ടീച്ചർ ആവണം എന്ന് പറയുന്ന പോലെ അത് 8ാം ക്ലാസ് വരെ പറയുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ലാരിറ്റി ഇല്ലാണ്ടാവുകയാണ് സാധാരണയായിട്ട് കാണുക. നമ്മൾ ആദ്യം ഡോക്ടർ, എഞ്ചിനീയർ, IAS എന്നൊക്കെ പറയുന്ന കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് കഴിയുമ്പോഴും എന്ത് ചെയ്യണം, ആ ഐഡിയ കുറഞ്ഞ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആസ്പെക്റ്റിലൂടെ വരും. അപ്പോൾ നമുക്ക് അപ്പം മുതലേ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പറയുന്ന കാര്യത്തിന് സ്റ്റഡിയായിട്ട് നമുക്കത് തന്നെ മതി എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അതിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ല, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്നുള്ള കൺസെപ്റ്റിലുള്ളവരാണെങ്കിൽ നമുക്ക് ആ ഒരു ഐഡിയ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഏരിയയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഇനി ഡിഗ്രി ഓപ്ഷൻ ഉണ്ട്, ലോ ഓപ്ഷൻ ഉണ്ട്, മെഡിക്കൽ ഓപ്ഷൻ ഉണ്ട്. ഒരു ടെൻഡൻസി ഉണ്ട്, ഇപ്പൊ ലൈക്ക് എഞ്ചിനീയറിംഗും മെഡിസിനും കിട്ടിയില്ലെങ്കിൽ ലോയുടെ എൻട്രൻസിലാക്കി നടക്കുന്നത് കൊണ്ട് LLB എടുക്കാം, പ്രൊഫഷണൽ ഡിഗ്രി ഏതെങ്കിലും എടുക്കാം. നമുക്ക് മനസ്സിൽ ഈ 3 ഓപ്ഷനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ് സൊസൈറ്റൽ സെറ്റിംഗ് അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ മാത്രമല്ല, നമുക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഏത് ഇതിലോട്ട് പോയാലും. അപ്പോൾ ഞാൻ ലീഗൽ നമ്മൾ LLB ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിനെ കുറിച്ചായിരിക്കും ഞാൻ സംസാരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന ഓപ്ഷൻസ് വെച്ച് നമ്മുടെ യുണീക്നെസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 8ാം ക്ലാസ് ആയപ്പോൾ മുതൽ LLB മതി എന്നുള്ളൊരു ഐഡിയ ഉണ്ടാകും. എനിക്ക് LLB മതി എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ +2 ഞാൻ അന്ന് പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ചാണ്.
അതിൽ കയറുമ്പോൾ എനിക്ക് എല്ലാവർക്കും സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നവരാണല്ലോ ഏറ്റവും നല്ല മിടുക്കന്മാരായ കുട്ടികളെന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടാനായിട്ട് അഡ്മിഷൻ റെക്കമെൻഡേഷൻ ഒക്കെ എടുത്ത് സെന്റ് സേവിയർസ് കോളേജിൽ അഡ്മിഷൻ ആക്കുന്നത്. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പിൽ കയറി ക്ലാസ് ഒരു അക്ഷരം എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. എനിക്ക് ഉള്ളിൽ തേർഡ് ഗ്രൂപ്പ് എടുത്ത് LLB എടുക്കണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിലും വീട്ടിലെല്ലാവരും സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണം, അതാണ് ചെയ്യേണ്ടത് എന്നുള്ള എന്താണ് ഐഡിയ തലയിൽ കേട്ടിട്ട്. പിന്നെ എനിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് വളരെ കുറവായിരുന്നു. ഞാൻ ഭയങ്കര ഉഴപ്പാണ് പഠിച്ച മമ്മി കൊണ്ട് എൻ്റെ അമ്മ കൊണ്ട് പിടിച്ചിരുത്തിയൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ പെർസെൻറ്റേജ് പറയണേ. എനിക്ക് 55% മാർക്ക് പാസ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് എന്നുള്ള ക്വസ്റ്റ്യനിലാണ് ഞാൻ എത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത ഒരാഴ്ച ഞാൻ ക്ലാസ്സിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി തേർഡ് ഗ്രൂപ്പിലോട്ട് മാറിയ ആളാണ്. അപ്പൊ എന്നിട്ട് ഐ ഹാഡ് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു LLB എന്നുള്ളത്. ഡിഗ്രിക്ക് പോയി ചേരുമ്പോഴും LLBയുടെ എൻട്രൻസ് എഴുതണം, എനിക്ക് LLB കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കോച്ചിങ്ങിന് പോയി ചേർന്ന് എനിക്ക് കേരള ലെവലിൽ എനിക്ക് 25th റാങ്ക് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ തന്നെ കിട്ടും. അങ്ങനെ ഞാൻ എറണാകുളം അന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് എന്താണ്, കല്യാണക്കാര്യം വരില്ല, വക്കീലായ പെണ്ണുങ്ങൾക്ക് വരുമാനം കിട്ടൂല, ശമ്പളം ഉണ്ടാവില്ല, വക്കീലുമാർ ശരിയാ, അങ്ങനെയൊക്കെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. പക്ഷേ എന്റെ ലൈഫിൽ ഐ ഹവ് പ്രൂവ്ഡ് ഓൾ ദോസ് തിങ്സ് റോങ്. കല്യാണം വരില്ല എന്ന് പറയുന്നതായിക്കോട്ടെ, ജോലി കിട്ടൂല എന്ന് പറയുന്നതായിക്കോട്ടെ, പ്രൊഫഷൻ നല്ലതാവില്ല എന്ന് പറയുന്നതായിക്കോട്ടെ, അതെല്ലാം ലൈഫിൽ തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോ ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ LLB 2 തരത്തിലുള്ള LLB ഉണ്ട്. 3 year LLBs, 5 year LLBs. 5 year LLBയിൽ നമ്മൾ എപ്പോഴും ഓണേഴ്സ് ഡിഗ്രി എടുക്കുന്നതാണ് നല്ലത്. HONS ഓണേഴ്സ് എന്നുള്ള സംഭവം. അപ്പൊ ഓണേഴ്സ് ഉള്ള ഓണേഴ്സ് BBA LLB കൊടുക്കുന്ന അല്ലെങ്കിൽ BA LLB BCom LLB ഓണേഴ്സ് ഡിഗ്രി കൊടുക്കുന്ന കോളേജുകളിലാണ് നിങ്ങൾ ചേരേണ്ടത്. അല്ലാത്ത കോളേജുകളിൽ ചേർന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. വേറെ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസിലോ അവിടുത്തെ ജോലിക്ക് പോകുമ്പോഴോ അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് പ്രൂവ് എന്നുള്ളതാണ് ഓണേഴ്സ് എന്നുള്ള സാധനം പുറകെ ഉള്ളതിന്റെ അർത്ഥം. പിന്നെ 3 year LLB ഇസ് ഓൾസോ ഓക്കെ. ഇനി ഓപ്പർച്യൂണിറ്റീസ് ആദ്യം പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെങ്കിലും പ്രാക്ടീസിങ് എന്നുള്ളതാണ്. പക്ഷേ പ്രാക്ടീസിങ് എന്ന് പറഞ്ഞ ആസ്പെക്ട് ഡെഫിനറ്റ്ലി അൺലെസ് ആൻഡ് അൺടിൽ വി ഹാവ് എ ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ എന്ന് വെച്ചാൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അങ്കിൾ ആന്റി, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കാണുന്ന ഒരു നല്ലോണം പ്രാക്ടീസ് ഉള്ള ഒരു വസ്തു, നമുക്ക് ഗൈഡൻസ് എനിക്ക് ഇന്ന സ്ഥലത്ത് ഓഫീസ് തരുമെന്ന് ഉറപ്പുള്ള ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് പ്രാക്ടീസിങ്ങിൽ ബുദ്ധിമുട്ടില്ല. പ്രാക്ടീസിങ്ങിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ കയറാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഗോഡ് മദർ ഇല്ലെങ്കിൽ പ്രാക്ടീസിങ്ങിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളൊരു സ്റ്റഡി ഇൻകം ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ നല്ലൊരു ഓഫീസ് കിട്ടുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് പ്രാക്ടീസിങ് കൺസെപ്റ്റിലോട്ട് വരിക. അപ്പോ നമ്മുടെ പ്രാക്ടീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളിപ്പോ പെട്ടെന്ന് എടുക്കണം എന്നില്ല. LLB എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് കൂടെ അറിയാം. പ്രാക്ടീസിങ്ങിന് നമുക്ക് ഡെഫിനറ്റ്ലി 4-5 വർഷം 4-5 ഒരു സെക്കൻഡ് ഓക്കെ. അപ്പൊ പ്രാക്ടീസിങ്ങിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ 3-4 വർഷങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും സ്റ്റഡി ആയിട്ട് ഇപ്പൊ എന്റെ കൂടെ LLB പഠിച്ചിരിക്കുന്നവര് ഇപ്പൊ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരു മാസം 9.5 lakhs സാലറി ഉള്ള ഒരു പ്രസിഡന്റ് LLB LLM കഴിഞ്ഞു. LLB ഒന്നിച്ച് പഠിച്ചേക്കുന്നവർ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, മജിസ്ട്രേറ്റ് ആയിട്ടുള്ളവരുണ്ട്, ജഡ്ജസ് ആയിട്ടുള്ളവരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് 5 പേരിന്റെ പേരിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് സ്കെയിലില് കോളേജുകളിൽ ഞങ്ങൾ 5 പേരുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ള ഒരു ബാച്ചിന് ഏറ്റവും കൂടുതൽ അവര് കുറേ അത് ബാച്ചിൽ ഉള്ളവരുണ്ട്. അതൊക്കെ ക്ലാരിറ്റി ഇല്ലാത്തവരാണ്.
ആയിട്ട് ചെയ്യാനുള്ള കുറച്ച് കുട്ടികൾ ഇപ്പോഴും പ്രാക്ടീസിൽ സെറ്റ് ആവാതെ എന്നിട്ടൊരു ഒരു ഇൻകം ഫുള്ളായിട്ടും ഒരു ഹാപ്പിലി ഇൻകം ഏർണിംഗ് പേഴ്സൺ അല്ലാത്തവരും കുറച്ച് പേരുണ്ട്. ഇനി LLB നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എവറി ഡിഗ്രി ഏത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യാം. അതാണ് ആദ്യത്തെ കാര്യം. LLB കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യും. ഇനി ഈ LLB തന്നെ പലതരത്തിലുള്ളത്. BA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BSc LLB ഉണ്ട്, BCom ഫിനാൻസ് LLB ഉണ്ട്. ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ എല്ലാവരും നമുക്കിപ്പോ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി, പിന്നെ കമ്പനി സെക്രട്ടറി, ആ ഫീൽഡിലോട്ടൊക്കെ പോകുന്നവർക്ക് LLB കുറച്ചുകൊണ്ട് നമുക്കിപ്പോൾ 3rd ഇയർ തൊട്ട് കമ്പനി സെക്രട്ടറി ഇതിലോട്ട് പ്രാക്ടീസ് ചെയ്ത ആ ഏരിയയിലോട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോ നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖല അനുസരിച്ച് കോമേഴ്സ് ആണ്, എന്താണ് ഹിസ്റ്ററി ഇഷ്ടമുള്ളവരുണ്ടാവും, കൊമേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ +2 മെഡിക്കൽ എടുത്തേക്കുന്നവർക്ക് ഇപ്പൊ ബയോമാത്സ് എടുത്തിരിക്കുന്നവർക്കും LLB എടുക്കാം, അതിന് പ്രശ്നമൊന്നും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വിഷയം അനുസരിച്ചും നമുക്ക് ഓപ്ഷൻസ് എടുക്കാം. BA LLB എന്നുള്ള ബേസിക്കലി BA പൊളിറ്റിക്സ് LLB അല്ലെങ്കിൽ BA സോഷ്യോളജി LLB ആണ് ഉണ്ടാവുക. എക്കണോമിക്സ് LLB നിങ്ങളുടെ ഫസ്റ്റ് 2-3 സെമസ്റ്റേഴ്സിൽ ഈ പൊളിറ്റിക്സും എക്കണോമിക്സും ഒക്കെ ആയിട്ട് പോകും. അത് സാധാരണ BA മാത്രമാണ്. പക്ഷെ BCom LLB എന്നുള്ള നമ്മൾ കൊമേഴ്സും ഇതും കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പനികളിലോട്ടുള്ള ജോലി എടുക്കുന്നത്, കമ്പനികളിലേക്ക് ജോലി കിട്ടുന്നതിനോട്ട് ഹെൽപ്ഫുൾ ആയി BCom LLB ഉള്ളവരും BBA LLB ഉള്ളവരും. BBA LLB എന്നുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് BBA MBA നല്ലൊരു BBA LLB MBA നല്ലൊരു മാച്ചാണ്. പിന്നെ BTech LLB നല്ല മാച്ചാണ്. അപ്പൊ കുറേ കോമ്പിനേഷൻസ് ഓഫ് ലോ ഉണ്ട്. അപ്പൊ 5 ഇയർ എടുക്കുന്നവര് ഈ 2 ഡിഗ്രികൾ ഒന്നിച്ചാവുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻസിലോട്ട് പോകാം. ഇനി ജോലിയുടെ സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നമുക്ക് എബ്രോഡ് പോകാം. ഞാൻ എബ്രോഡ് വർക്ക് ചെയ്തിരുന്നു ദുബായിൽ. ഞാനൊരു 2 ഇയേഴ്സ് ദുബായിൽ ഒരു ലീഗൽ കൺസൾട്ടന്റ് ആയിട്ട്, ഒരു ലോ ഫോമിൽ ലീഗൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. എനിക്ക് നമുക്ക് അറബി അറിയാമെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് അറബി അറിയില്ല, അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് 1 lakh ഉണ്ടായിരുന്നു. ഞാൻ പോരുമ്പോൾ എനിക്ക് ഇവിടെ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അല്ലെങ്കിൽ എന്താണെങ്കിലും ഞാൻ എബ്രോഡിൽ നിന്ന് പോരില്ലേ. കാരണം അത്രയും എന്താ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അവിടെ ചെന്ന്. നമ്മള് നല്ലൊരു കമ്പനിയിലാണ്, നമുക്ക് ലോ ഫോമിലാണ് ഇത് 2.5 ലക്ഷം ശമ്പളം ഉണ്ടായിരുന്ന ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ് അന്ന് 70,000 പെർ മന്തേ ഉള്ളൂ UGC സ്കെയിൽ സ്റ്റാർട്ടിങ്. അപ്പൊ ആ ശമ്പളത്തിലോട്ട് വന്നതാണ്. പക്ഷെ പകുതിയിൽ താഴെ ശമ്പളം ഉള്ളതിലോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ എബ്രോഡ് ഉള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ജോലി ഒട്ടും കുറവാണെന്നല്ല, ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ജോബാണ് UGC സ്കെയിലുള്ള ഇതായിട്ട് വരുന്നത്. UGC സ്കെയിൽ കിട്ടുന്നത് തന്നെ അധ്യാപകരുടെ ജോലി ഏറ്റവും അതിന് ക്രിറ്റിസിസമുണ്ട്. പണിയൊന്നും എടുക്കാതെ ശമ്പളം വാങ്ങുന്നവരാണ് എന്ന് വിചാരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അതൊരു പരിധി വരെ തെറ്റാണെന്ന് പറയുന്നില്ല. ബിക്കോസ് നമ്മള് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു വർക്കിനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എബ്രോഡുള്ള ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് LLB പ്ലസ് അവരുടെ ഏത് എസ്പെഷ്യലി ദുബായ് കണ്ടുന്നത് അതൊരു എക്സ്പാറ്റ് കൺട്രിയാണ്. 90% പീപ്പിൾ ദെയർ ആർ എക്സ്പാറ്റ്. അപ്പോൾ എക്സ്പാറ്റ് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യങ്ങളിലുള്ളവരാണ്. അപ്പൊ അവരുടെ ലീഗൽ ഇഷ്യൂസ് ഭയങ്കര അധികമാണ്. അപ്പൊ ലേബർ കേസസും വില്ലിന്റെ കേസസും പ്രോപ്പർട്ടി ഇഷ്യൂസും മാരേജ് ഇഷ്യൂസ് ഒക്കെ വരും. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും. പിന്നെ ആർബിട്രേഷൻ വേറൊരു ഫീൽഡാണ്. ആർബിട്രേഷൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല 2.5 ലക്ഷം അന്ന് എനിക്ക് സാലറി ഉണ്ട്. ആർബിട്രേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് 3-4 ലക്ഷമൊക്കെ ഇൻകം വിളിക്കും. അപ്പോ എബ്രോഡ് പോവാനാണെങ്കിൽ ദാറ്റ് ഇസ് ഈ LLB ഒരു നല്ല ഓപ്പർച്യൂണിറ്റി. നഴ്സിംഗ് ആണെങ്കിൽ എവിടെയാണെങ്കിലും IELTS പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം. പക്ഷെ അത്രയും കറക്റ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്
നഴ്സിംഗ് എന്നുള്ള ഡിഗ്രിയേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ലോ ഡിഗ്രി. നമുക്ക് കറക്റ്റ് നമുക്ക് അവിടെ ഒരു ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അവിടെ എപ്പോഴും എബ്രോഡ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്, അവിടെ UAE എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് അറബി എന്നുള്ള ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാമെങ്കിൽ ആൻഡ് പ്ലസ് ഇഫ് വി ഹാവ് LLB ഡിഗ്രി, ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി എബ്രോഡ് പോകുമ്പോൾ ദുബായിലുള്ളത് സ്റ്റാർട്ടിംഗ് സാലറി 3 lakhs, അതായത് 15,000 ദിർഹമാണ്. അന്ന് ഞാൻ പോകുന്ന സമയത്ത് 15,000 ദിർഹമാണ് സ്റ്റാർട്ടിംഗ് സാലറി കൊടുക്കുന്നത്. അറബി അറിയാവുന്ന ലോയേഴ്സ്, ഇംഗ്ലീഷും അറബിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലോയേഴ്സ് പ്രൊവൈഡ്. നമുക്ക് അവിടെ ചെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഞാനൊരു എന്താ പറയുക, ഒരു ശതമാനം പോലും ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിച്ചതല്ല. അത്രയും ലൈഫ് സ്റ്റൈലും എല്ലാം മാറും. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കറക്റ്റ് ജോലി കണ്ടുപിടിക്കാന്നുള്ള ഒരു പാടും കൂടെ ഉണ്ട് കേട്ടോ. ആ ഒരു പാർട്ടും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ LLB നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ LLB പഠിക്കുന്നതിന് പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കൺസിഡറേഷൻ 3-4 കാര്യങ്ങൾ വരും. ഒന്ന് നമ്മുടെ ഫണ്ട് കൺസിഡറേഷൻ വരും. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒരു റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോ നമ്മളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്കൊരു കൺസിഡറേഷനാണ്. അഡ്മിഷൻ എടുത്ത് ആദ്യത്തെ ഒരു 400 വരെയുള്ള റാങ്കിലുള്ള 4 ലോ കോളേജുകളിലായിട്ട് അഡ്മിഷൻ കിട്ടും. 4 ലോ കോളേജുകളിലായിട്ട് അഡ്മിഷൻ. 4 ലോ കോളേജുകൾ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്. ട്രിവാൻഡ്രം ലോ കോളേജിൽ BBA LLB ആണുള്ളത്. എറണാകുളം ലോ കോളേജിൽ BCom LLB ആണുള്ളത്. തൃശ്ശൂർ ലോ കോളേജിൽ BBA LLB ആണ്. കോഴിക്കോട് ലോ കോളേജിലും BBA LLB ആണ്. ഇനി കുറെ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് അതർ ദാൻ ഗവൺമെന്റ് ലോ കോളേജ്. അപ്പൊ പ്രൈവറ്റ് കോളേജസിൽ അവരുടെ ഫീസ് വരെ ഒരു സെമസ്റ്ററിൽ കഴിഞ്ഞ വർഷം തീരുമാനിച്ചേക്കുന്ന ഫീസ് 40,000 ആണ്. 39,000 40,000ന്റെ ഉള്ളിലാണ് അവരുടെ ഫീസ് വരിക. പ്രൈവറ്റ് കോളേജുകളിലുള്ള ഫീസ്. സർക്കാർ കോളേജിലുള്ള ഫീസ് വരുന്നത് ഒരു സെമസ്റ്ററിൽ 2,000 രൂപയുടെ അടുത്താണ് ഒരു സെമസ്റ്ററിൽ വരിക. പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഫീസ് വരുന്നത് 40,000ന്റെ താഴെയായിട്ടാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഫീസിന്റെ കൺസിഡറേഷൻ ആണ് ബേസിക്. അപ്പോൾ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ കേരളത്തിലുള്ള ലോ കോളേജ്, സർക്കാർ ലോ കോളേജുകൾ ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രൈവറ്റ് ലോ കോളേജുകൾ ഉൾപ്പെടെയുള്ള വെറൈറ്റി ഓഫ് വേരിയസ് ലോ കോളേജസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 39 ലോ കോളേജസ് തന്നെയുണ്ട്, പ്രൈവറ്റ് ലോ കോളേജസ് മാത്രം. പിന്നെ ഓരോ വർഷവും ഇപ്പൊ ഈ വർഷം ഫിനാൻസ് കോളേജിന് UGC അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കോളേജുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കോളേജ് ചൂസ് ചെയ്യുമ്പോഴും പല കോളേജുകൾ, കൂത്തോട്ടേരി കോളേജ് ഉണ്ട്, ഭാരത് മാത ലോ കോളേജ് ഉണ്ട്, കുറെ സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് കോളേജ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ്, ഓരോ കോളേജിന്റെയും സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ്. ഇപ്പോ ഭാരത് മാത ലോ കോളേജ് അച്ഛന്മാർ നിൽക്കുന്ന കോളേജാണ്. അവിടെ ആണ്, അവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന എന്റെ ഫ്രണ്ട്സിന്റെ കുട്ടികളെ അവർ സർക്കാർ ലോ കോളേജിൽ ചേർക്കാതെ പ്രൈവറ്റ് ലോ കോളേജിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ലോ കോളേജുകളിലെ പ്രത്യേകത ഏതാണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ പ്രോസസ്സിലും നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു കൺസെപ്റ്റിലോട്ട് തന്നെയാണ് പ്രൈവറ്റ് കോളേജുകളിൽ ചേർന്നത്. അവർക്ക് കൃത്യസമയത്ത് കയറണം, അതിന്റെ സബ്മിഷൻ, ഇന്റേണൽ അതെല്ലാം കൃത്യമായിട്ട് നടത്തുകയും അതിന്റെ അവരുടെ ഇന്റേൺഷിപ്സിന്റെ പ്രോസസ്സ് ഈ പ്രൈവറ്റ് കോളേജുകളിൽ എത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല. കാരണം ഇന്റേൺഷിപ്സ് ഭയങ്കര പങ്കെടുത്ത് കൊണ്ടുപോകുന്ന കോളേജുകൾ വളരെ കുറവാണ്. അത് കുട്ടികൾ തന്നെ കോഴിക്കോട് ലോ കോളേജിലെ ഇന്റേൺഷിപ്സ് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ കുറച്ച് എഫേർട്ട് ചെയ്തിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട 2-3 കാര്യമായിരുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞു. കമ്പനി സെക്രട്ടറിഷിപ്പ് നോക്കിയാണ്, CA നമുക്ക് നോക്കിയാണ്, ചിലപ്പോൾ നമുക്ക് CAയിലോട്ട് പോവാം, ചാർട്ടേഡ് അക്കൗണ്ടൻസി, എല്ലാ ഫീൽഡിലും ലോ ക്ലാസ് ഓപ്പണാണ്. പിന്നെ ഏറ്റവും വലിയ ഈ ലോകത്തുള്ള എല്ലാ കമ്പനികളും അപ്പൊ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ചുറ്റും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ മുതൽ ഒരു ഫോണിൽ തന്നെ 3-4 കമ്പനികളുടെ പാർട്സ് ഉണ്ടാവും.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ ഫോണില് അവരുടെ അതിന്റെ ഒരു പാർട്ട് കൊടുക്കുന്നത് നെറ്റ് ഗ്രൂപ്പാണ്. നിങ്ങൾ നെറ്റിൽ തന്നെ നോക്കിയിട്ട് ഏതാ കമ്പനി ഉണ്ടാവും, നിങ്ങൾ ഡ്രസ്സിന്റെ കമ്പനി നോക്കിയാൽ ഇതുപോലെ ലോകത്ത് നമ്മുടെ ഒരു ഇക്കണോമിക് എബിലിറ്റി തന്നെ ഒരു കമ്പനികൾക്ക് എത്രയധികം കമ്പനികളും ഈ പറയുന്ന എല്ലാ കമ്പനികളിലും ലീഗലായി ആവശ്യം നിയമവശത്തിലൂടെ അല്ലാതെ ഒരു നടന്നു പോകുന്നത്. അതാണ് ലോ എന്ന പ്രൊഫഷൻ. നിയമവശങ്ങളിലൂടെ അല്ലാതെ നടന്നു പോകുന്നില്ല. അതായത് ഇൻഡിവിജ്വൽസാണെങ്കിൽ നടന്നുകൊണ്ട് പോകണമെങ്കിൽ ലോ വേണം. രണ്ടാമത്തെ ആസ്പെക്ട് എന്ത് ബിസിനസ് നടന്നുകൊണ്ട് പോയാലും ചെറുതായിട്ടുള്ളതും വലുതായിട്ടുള്ളതുമായിട്ടുള്ള തർക്കങ്ങൾ ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കുന്നിടത്തോളം തർക്കങ്ങൾ ഉണ്ടാവും. അപ്പോൾ കോടതി വ്യവഹാരങ്ങളുണ്ടാവും, നമ്മുടെ കോടതിയിൽ പോകുന്ന തർക്കങ്ങളുണ്ടാവും. അതിനേക്കാൾ മൾട്ടിനാഷണൽ കമ്പനികൾ ഒരു രാജ്യത്തിൽ നിന്ന് വേറെ രാജ്യത്തോട്ട് കോൺട്രാക്ട് ചെയ്യുന്ന ഏതൊരു കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയാം. അവർക്കും തർക്കങ്ങൾ ഇഷ്ടം പോലെ തർക്കങ്ങൾ കോടതി വ്യവഹാരത്തിലോട്ട് പോകില്ല. ഏറ്റവും കൂടുതൽ അതായത് ഇപ്പൊ മെഡിക്കൽ ഡിപ്ലോമ സ്കൂളുകളിൽ നമുക്ക് പഠിക്കേണ്ട പ്രോസസ് പറഞ്ഞുകൊണ്ട് പറയാതെന്ന് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായി അപ്പോ നമ്മൾ ആ പഠിക്കുന്ന പ്രോസസ്സിൽ ലഭിക്കുന്നതായി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എല്ലാം തന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഒരു സിലബസ് എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും ഏതാണ്ട് ഒരേപോലെ ചെറിയ വ്യത്യാസങ്ങളാണ് ചേർപ്പതിനായിരുന്നു പരീക്ഷയുടെ ചേർപ്പതിനായിരുന്നു അങ്ങനെ കാര്യങ്ങളുണ്ട്. സിലബസിന്റെ കൺസെപ്റ്റുകളായും എനിക്കറിയാം. അപ്പോൾ എല്ലാവരും കഴിയുമ്പോൾ പഠിച്ചു വരുന്ന സബ്ജക്ട് ഏതാണ്ട് മുഴുവനും 90% ഒരേപോലെ തന്നെയായിരിക്കും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇന്റേൺഷിപ്പിൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ പ്രാക്ടീസിലുള്ള ശിക്ഷണത്തിലോട്ട് എത്തുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ ഞാൻ എടുക്കുന്ന ജോലി ഞാൻ സൗകര്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഓരോരുത്തർക്കും അതിനാണ് പ്രയോറിറ്റി ഉള്ളത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഇഷ്ടമുള്ള ജോലി നല്ല ശമ്പളത്തിന് കിട്ടും. അങ്ങനെ ഇഷ്ടമുള്ള ജോലി കണ്ടുപിടിക്കേണ്ട രീതിയാണ് നിങ്ങൾ ചെയ്യേണ്ട ഇന്റേൺഷിപ്പ്. പ്രൈവറ്റ് കോളേജിലാണെങ്കിലും സർക്കാർ ലോ കോളേജുകളിലാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ എല്ലാ സെമസ്റ്ററും ബ്രേക്ക് ഉണ്ട്. ഏപ്രിൽ മെയ് നമുക്ക് ബ്രേക്ക് ഉണ്ട്. കേരളത്തിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് നമുക്ക് ബ്രേക്ക് ഉണ്ട്. പിന്നെ നമ്മൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിന് വേറൊരു ഓപ്ഷനാണ്. അവിടെയൊക്കെ പ്ലേസ്മെന്റ് കുറച്ചും കൂടെ ആക്റ്റീവാണ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ ക്ലാസ് എഴുതണം. ക്ലാസ് എഴുതിയതനുസരിച്ച് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നു. അവിടെ പിന്നെ അവർക്ക് അവരുടെ പഠിപ്പിക്കുന്ന സെക്ഷനനുസരിച്ച് കുറച്ചും കൂടെ എന്താ പറയുക ജോബ് ഓറിയന്റഡ് ആണ്. കുറെ
നല്ല കമ്പനികളുമായിട്ട് കയ്യൊപ്പുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വെയർബൈ വി ഗെറ്റ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ 9th സെമസ്റ്റർ. 5 year കോഴ്സിൽ 9th സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ പ്ലേസ്ഡ് ആവുന്ന ഒരു സിസ്റ്റം മെജോറിറ്റി ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്. നമുക്ക് ക്ലാസ് സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് എഴുതുകയും എഴുതിയാലും ഇറ്റ് ഇസ് കുറച്ച് ഡിസൈൻ. ഞാൻ സർക്കാർ ലോ കോളേജിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ജോലിയുടെ എബ്രോഡുള്ള ഓപ്പർച്യൂണിറ്റീസും എനിക്കറിയാം. ഞാൻ സർക്കാർ ലോ കോളേജിൽ പഠിച്ചിട്ട് എനിക്കിങ്ങനെ ആണെങ്കിൽ ഏത് വ്യക്തികൾക്കും, നീ പഠിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തികൾക്കും ഒരു ലക്ഷ്യബോധം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള ജോലിയിലോട്ട് തന്നെ എത്താം. അപ്പൊ അതിനുള്ള ഗൈഡൻസ് മാത്രമാണ് ഞാനിപ്പോ തരുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് LLB-യിലോട്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാത്രം. നമ്മളത് ആസ്വദിക്കാതെ പഠിച്ച് പാസ്സായി തോന്നിട്ട് കാര്യമില്ല. ഒരു പുസ്തകം പോലെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അതിനോ മെജോറിറ്റി എടുത്തും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ലോ പഠിക്കുമ്പോൾ തോക്കരുത് എന്നുള്ളതാണ്. സപ്ലൈ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്റേൺഷിപ്സ് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഏത് ഏരിയ ആണ്, ബാങ്കിലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ബാങ്കിലോട്ട് അപ്ലൈ ചെയ്യാം. ഏത് ഏരിയ ആണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഏരിയയിൽ നിങ്ങൾ ഇന്റേൺഷിപ്സ് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബാങ്കിൽ പ്രൊഫഷണൽ ലോ ഓഫീസേഴ്സ് ഉണ്ട്, എല്ലാ കമ്പനികളിലും ലോ ഓഫീസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആർബിട്രേഷൻ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സർക്കാരിന്റെ തന്നെ ആർബിട്രേഷൻ വിങ് ഉണ്ട്, അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഹൈക്കോർട്ടിൽ ലീഗൽ അസിസ്റ്റന്റിനെ വിളിക്കും. എല്ലാ സർക്കാർ ജോലികളിലെ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഓപ്പർച്യൂണിറ്റീസ് ഒരു ബികോം ഡിഗ്രി എന്നുള്ളതിനേക്കാളും, ഒരു മെഡിക്കൽ ഡിഗ്രി എന്നുള്ളതിനേക്കാളും, ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നുള്ളതിനേക്കാളും കൂടുതൽ ജോലി സാധ്യത ലോ ഡിഗ്രിക്കുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ഞാൻ പറയുന്നത്, മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണോ, നിങ്ങൾ മെഡിക്കൽ ലോയിൽ ഒരു ഡിപ്ലോമ എടുത്താൽ മതി, അല്ലെങ്കിൽ അതിനുള്ള സ്പെഷ്യൽ കോഴ്സസ് കവർ ചെയ്താൽ നമുക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോവാം. ഇപ്പൊ ബികോം കഴിഞ്ഞേക്കണവർക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ പാടാണ്. മെഡിസിൻ കഴിഞ്ഞേക്കണവർക്ക് വേറെ ഒരു ഫീൽഡിലോട്ടും പറ്റില്ല. പക്ഷെ ലോ ഡിഗ്രി എടുക്കുന്നവർക്ക് ഈ ലോകത്തുള്ള ഏത് ഫീൽഡിലോട്ടും നീങ്ങാം. അതാണ് LLB-യുടെ ഏറ്റവും വലിയ പ്രത്യേകത. ടാക്സേഷൻ ഫീൽഡിലോട്ട് നീങ്ങാം, അക്കൗണ്ടൻസി ഫീൽഡിലോട്ട് നീങ്ങാം. നമുക്ക് നമ്മളുടെ ഒരു ലോ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയുടെ സ്വപ്നങ്ങൾക്കും എത്തപ്പെടാവുന്ന പൊസിഷൻസിനും അതിർവരമ്പുകളില്ല. ഏത് ഏരിയയിലോട്ടും നമുക്ക് പോകാം. അതാണ് ഈ ഒരു സ്പെഷ്യൽ പോകാൻ പറ്റില്ല. അപ്പോ ഇന്നതെന്ന് പറഞ്ഞ എണ്ണിപ്പറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം ഓപ്പൺ ആണ്. എല്ലാ കുട്ടികൾക്കും എല്ലാം ഓപ്പൺ. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ലോ സ്റ്റുഡന്റിനോട്, ഒരു വക്കീലിനോട് ആരും ഉടക്കാൻ വരില്ല. പെട്ടെന്ന് നിയമം അറിയാവുന്ന ആളാണ്. എല്ലാവർക്കും ഒരു എന്താ പറയാ, വക്കീൽ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം ആദ്യം എല്ലാവർക്കും കിട്ടും. ഇനി സർക്കാർ ഫീൽഡിൽ, ഞാനിപ്പോ പോലീസ് അക്കാഡമിയിൽ അധ്യാപിക്കാൻ, പോലീസ് അക്കാഡമിയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ട് LLB കഴിഞ്ഞേക്കുന്നവർ വന്നിട്ടുണ്ട്. നമുക്ക് IAS IPS അതെല്ലാം ഏതാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരാണ്. പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലോട്ടും LLB കഴിഞ്ഞേക്കണം. അപ്പോ LLB കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഫീൽഡ് ഇല്ല. ഓൺലി തിങ് ഇസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് കൈൻഡ് ഓഫ് ജോബ് യു ലൈക്ക് എന്നുള്ള ആസ്പെക്ട് മാത്രം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിച്ച് ലോ ഡിഗ്രി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ലോ ഡിഗ്രിയിലോട്ട് താല്പര്യമുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു ഗോ. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കണം എന്നുള്ളത്. എന്ത് ജോലിയിലോട്ടാണെങ്കിലും LLB ഓപ്പൺ ചെയ്ത് ആ വഴി LLB-യിലൂടെ ആ ജോലി, ഏത് തരത്തിലുള്ള ആസ്പെക്റ്റിലോട്ടാണെങ്കിലും LLB-യിലൂടെ നമുക്ക് ആ ജോലിയിലേക്ക് കടന്നു വരാൻ തന്നെ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പഠിക്കുന്ന കാര്യം ഞാനിപ്പോ ഒരുവിധം പോയിന്റ്സ് കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യത്തത്, പിന്നെ പഠിക്കേണ്ടത്, LLB-ക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന്, എൻട്രൻസ് കിട്ടാൻ വേണ്ടി പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം. ക്ലാസിൻ്റെത് ഞാൻ ഇവിടെ കവർ ചെയ്യുന്നതുകൊണ്ട് അർത്ഥമുണ്ടെന്ന് തോന്നില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ ഒരു വർഷത്തെയെങ്കിലും ഒരു 100% നമ്മൾ മെഡിക്കൽ എൻട്രൻസിന് പഠിക്കുന്നത് പോലെ ഒരു വർഷത്തെ
ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലാസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ടഫാണ്. പക്ഷേ നമ്മൾ LLB ആണ് ക്ലിയർ ആണെങ്കിൽ ഒരു 2 to 3 months പ്രിപ്പറേഷൻ വേണം. 2 to 3 months പ്രിപ്പറേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഏതാണ് മെഡിക്കൽ ലീഗൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി ആ സബ്ജക്ട് അറിയായിരിക്കും. ആ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുക. ആദ്യം ആ വിഷയങ്ങളുടെ ചെറിയ നോട്ട്സ് ഉള്ള സംഭവം പഠിക്കുക. അറ്റ്ലീസ്റ്റ് 10 പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ആൻസർ ചെയ്യും. ഈ 2 ആസ്പെക്ട്സ് കവർ ചെയ്താൽ നമുക്ക് ആദ്യത്തെ റാങ്കുകളിൽ തന്നെ കയറി വരാനായിട്ട് പറ്റും. മിനിമം 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യണം. പ്ലസ് പഠിക്കേണ്ട ഏരിയാസിലുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ കവർ ചെയ്യുന്ന സാധനം പഠിക്കുക. അപ്പൊ അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള കുറെ ബുക്സുകൾ ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ കുറെ ബുക്സ് അവൈലബിൾ ആണ്. ട്രൂമാന്റെ ബുക്ക് ഉണ്ട്, പിന്നെ റിസ്റ്റിന്റെ ബുക്ക് ഉണ്ട്. റിസ്റ്റിന്റെ ബുക്ക് കുറച്ച് നല്ല ബുക്കാണ്. അതിൽ അവര് സബ്ജക്ട്സ് ഒക്കെ ഒരുവിധം കറക്റ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കോച്ചിങ് സെന്ററുകളിലും പോവാം. കോച്ചിങ് സെന്ററിൽ പോകുന്നെങ്കിൽ പോവാം. അങ്ങനെ പോയി പഠിക്കുന്നവർക്കും LLB ഓക്കെയാണ്. ഓൾറൈറ്റ്. അപ്പൊ ഐ തിങ്ക് സാധ്യതകളുടെ കാര്യം ഞാൻ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദിച്ചോളൂ. ഞാൻ BSc ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞാല് BSc LLB അല്ലാതെ BA LLB 3 year ഒക്കെ ചെയ്യാൻ പറ്റുമോ? അല്ല, 3 years നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. 3 years LLB മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഡിഗ്രികളുടെ കൂടെ 5 year LLBക്ക് മാത്രമാണ് BA LLB എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. നമ്മൾ ഇപ്പൊ BSc കഴിഞ്ഞിട്ട് LLB എടുക്കുന്നവരിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി നല്ലത്. നമുക്കിപ്പോ BSc എന്നിട്ട് എനിക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോട്ട് പോവാനായിട്ട് BSc LLB നല്ലൊരു ഓപ്പണിംഗ് ആണ്. കാരണം നമുക്ക് BSc ഡിഗ്രി കഴിഞ്ഞിട്ട് LLB എടുത്ത് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ ഓപ്പണിംഗിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടാകുന്നത്. 5 year കോഴ്സിൽ മാത്രമാണ് കോമ്പിനേഷൻസ് വരുന്നത്. മറ്റേത് 3 year LLB മാത്രമാണ്. ഓക്കെ മാം, എനിക്ക് LLB മാത്രം മതി. എനിക്ക് മെഡിക്കൽ ഫീൽഡ് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടല്ല. ഞാൻ സിവിൽ സർവീസിന്റെ ആസ്പിരന്റ് ആയിരുന്നു 5 year ആയിട്ട്. അപ്പൊ എനിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് LLB എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് 3 year ചെയ്യാം. അതിനെന്താ 3 year ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 year LLB ചെയ്യാം. കാരണം അപ്പൊ നിങ്ങൾ BSc LLB ആണ്. മനസ്സിലായോ? അപ്പൊ 5 yearന്റെ അതേ സ്റ്റേറ്റസ് തന്നെയാണ് നിങ്ങൾക്ക്. BSc LLBയിൽ നിങ്ങൾക്ക് ഇപ്പം IAS ആസ്പിറന്റ് ആണെങ്കിൽ അതിൽ ലോയോ അല്ലെങ്കിൽ സയൻസോ ഓപ്ഷണൽ ആയിട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ളത് ചെയ്യാം. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി ഡൗട്ട് ടൈപ്പ് ചെയ്ത് ചോദിക്കേണ്ടവർക്ക് അങ്ങനെയും ചോദിക്കാം. അപ്പൊ മോഡറേറ്റർ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ മതിയാവും എന്താണ് ക്വസ്റ്റ്യൻ. ഹലോ മാം. ചോദിച്ചോളൂ. മാം, ഞാൻ BA പൊളിറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഇനി 3 year എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും BA ആണെങ്കിൽ? ഓപ്പർച്യൂണിറ്റി LLB കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് എല്ലായിടത്തും ഓപ്പൺ തന്നെയാണ്. ഇപ്പൊ BA പൊളിറ്റിക്സ് LLBയിൽ തനിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണോ ജോലിക്ക് പോകുന്നതാണോ ഇഷ്ടം? എനിക്ക് ഒരു ജോലി ചെയ്യണമെന്നാണ്. ജോലി ചെയ്യണമെന്നാണ് അല്ലെ? അപ്പോ BA LLB നമുക്ക് കമ്പനികളിലും എല്ലായിടത്തും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ജോലി ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ LLB ഇപ്പൊ എൻട്രൻസ് എഴുതി ക്ലിയർ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്സ് ഇല്ലേ, ഇന്റേൺഷിപ്സ് മാക്സിമം നമ്പർ ഓഫ് കമ്പനീസിൽ ചെയ്യാം. ജോലി എന്ത് തരത്തിലുള്ള ജോലിയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ തരത്തിലുള്ള കമ്പനികളിൽ അപ്ലൈ ചെയ്തിട്ട് പ്രിൻസിപ്പളിന്റെ ലെറ്റർ ഉണ്ടെങ്കിൽ 1 മാസത്തെ 2 മാസത്തെ ഇന്റേൺഷിപ്പ് നമുക്ക് താല്പര്യമുള്ള കമ്പനികളിൽ കിട്ടും. നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
നമുക്ക് ഇഷ്ടമുള്ള കമ്പനികൾ നമുക്ക് കണ്ടുപിടിച്ച് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ 2 മാസത്തെ ഇന്റേൺഷിപ്പ് കൊണ്ട് ആ കമ്പനിയിൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വെച്ചെന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും യു വിൽ നോ വെയർ ടു അപ്ലൈ. പിന്നെ അഥവാ ആ കമ്പനിയിൽ തന്നെയാണ് നിങ്ങൾ നല്ലൊരു ഇന്റേൺ ആണെന്ന് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് കഴിയുമ്പോൾ തന്നെ അവിടെ ജോയിൻ ചെയ്യാനും പറ്റും. ഇപ്പൊ KPMG പോലെയുള്ള കമ്പനി, KPMG എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. അത് ബെസ്റ്റ് 3 അക്കൗണ്ടിങ് ഫേംസ് ആണ്. ബെസ്റ്റ് 3യിലുള്ള അക്കൗണ്ടിങ് ഫേംസ് ആണ് വേൾഡിലെ. ഓക്കെ, അതില് ജോലിക്ക് അവർ എടുക്കുന്നതെന്നു വെച്ചാൽ ഇന്റേൺഷിപ്പിന് കുട്ടികളെ വിളിക്കുകയും ആ ഇന്റേൺഷിപ്പ് നന്നായിട്ട് ചെയ്യുന്നവരെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നതാണ് KPMG പോലെയുള്ള വലിയ കമ്പനികൾ ചെയ്യുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെ ഇന്ത്യയിലുള്ള പല കമ്പനികളും ചെയ്യുന്നുണ്ട്. ദ ഓൺലി തിങ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് ദ ഏരിയ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ ഏതാണെന്നും കമ്പനി ഏതാണെന്നും നിങ്ങൾ തന്നെ ഒരു അന്വേഷണത്തിൽ കണ്ടുപിടിക്കുകയും ആ കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് അവിടെ കയറി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നോ. പിന്നെ ഒരു പോയിന്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഐഡിയ ഇല്ല, എനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഐഡിയ ഇല്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് 10 സെമസ്റ്ററുകൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 10 മാസം ഇന്റേൺഷിപ്പിന് കിട്ടും. ഈ 10 മാസവും 14 ദിവസത്തിന്റെ സാധനങ്ങളുണ്ട്. 14 ദിവസത്തെയാണ് മിനിമം ഇന്റേൺഷിപ്പ്. ഈ വക്കീൽ ഓഫീസിൽ ഒരു കാരണവശാലും ചെയ്യരുത് ഇന്റേൺഷിപ്പ്. എപ്പോഴും ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് കമ്പനികളിലാണ്. ബാക്കി എല്ലാ ഫീൽഡിലും ഇന്റേൺഷിപ്പ് ചെയ്താൽ യു വിൽ ഐഡന്റിഫൈ, ഓക്കെ ഈ ഇന്റേൺഷിപ്പ് 2 ആഴ്ചത്തെ ഇന്റേൺഷിപ്പ് എനിക്ക് ഇഷ്ടമായി, എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം, സോ വിൽ ഗോ അഹെഡ് ലൈക്ക് ദാറ്റ്. ഇപ്പം എന്റെ മോളുടെ എക്സാമ്പിൾ ഞാൻ പറയാം. അവൾക്ക് മെഡിസിൻ ആണ് താല്പര്യം, പക്ഷെ മെഡിസിൻ അപ്പൊ ആ സമയത്ത് കിട്ടാഞ്ഞത് കൊണ്ട് അവള് ലോ എടുത്തതാണ്. അങ്ങനെ ലോ എടുത്തിട്ട് അവൾക്ക് മെഡിസിൻ തന്നെ മതി എന്നുള്ളത് അവൾക്ക് സങ്കടം പറഞ്ഞു, ഞാൻ എന്തിനാ ലോ എടുത്തേക്കുന്നത്. പക്ഷെ അവൾ ഇന്റേൺഷിപ്പിന് മീഡിയേഷൻ സെന്ററിൽ പോയി കഴിഞ്ഞപ്പോൾ ഷി അണ്ടർസ്റ്റുഡ് മീഡിയേഷൻ അവൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ ഷി ഹാസ് ഡിസൈഡഡ് ടു ഗോ അഹെഡ് വിത്ത് മീഡിയേഷൻ, ആർബിട്രേഷൻ. അപ്പോ അങ്ങനെ ഇന്റേൺഷിപ്സിലൂടെ ഇപ്പൊ തനിക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ട് പോകാൻ പറ്റും. LLB ഈസ് ഡെഫിനറ്റ്ലി ഏത് ഏരിയയിലോട്ട് ഓപ്പണിംഗ് ഉള്ളതാണ്. താൻ ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത് തനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിർത്താൻ ഓക്കെ മാം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹലോ മാഡം. മാഡം, എനിക്ക് IPR റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഈ LLB അതിനെങ്ങനെ സഹായിക്കുന്നെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്ത് റിലേറ്റഡ് ആണ്? IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നല്ല ഓപ്പണിംഗ് ഉള്ള എനിക്കൊരു 5 മിനിറ്റ് തരാമോ? ഞാനൊരു ബ്ലോക്കിൽ ചെറിയൊരു ഇതിൽ കേട്ടതാണ്. ഒരു 5 മിനിറ്റ് എനിക്ക് തരാമോ? 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ്സിനാണ് ഞാൻ തിരിച്ചതാണ്. 5 മിനിറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു പറയാം.
ഹലോ, സോറി, കേൾക്കാമോ? ഓഡിബിൾ ആണോ? കേൾക്കാമോ? ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ ഒന്ന് പറയാമോ? യെസ്, കേൾക്കാം. ഒന്ന് IPR റിലേറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോ IPR നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. IPR സ്പെഷ്യലൈസേഷൻ നമുക്ക് ഓൾറെഡി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു LLB തന്നെ ഒരു സെമസ്റ്റർ ഒരു പേപ്പർ IPR തന്നെ പഠിക്കുന്നുണ്ട്. IPR റിലേറ്റഡ് ആയിട്ട് പോകണമെങ്കിൽ LLM ഇൻ IPR എടുക്കും. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. വേറെ 2-3 സ്ഥലത്തും കൂടെ ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റീസിലും IPR സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ സ്പെഷ്യലൈസേഷനിൽ പോയി അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, ക്ലിയർ ആയോ? IPRന്റെ സംശയം ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ മാം, ഓക്കെ, ക്ലിയർ ആണ്. ഇവിടെ അതുപോലെ ഈ പേറ്റന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് എന്തൊക്കെയോ എക്സാം ഇല്ലേ? ഉണ്ട്. അത് അവർക്ക് IPR ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, പേറ്റന്റ് ആപ്ലിക്കന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഉണ്ട്. അവർക്ക് രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ. അപ്പൊ അങ്ങനെ നമ്മൾ കോളേജിൽ ക്ലാസ് നടത്തിയപ്പോൾ ഈ പേറ്റന്റ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് അവർ വന്ന് ക്ലാസ് എടുക്കുകയും ഇത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം LLB പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. IPRൽ ഇത്ര വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് സെറ്റ് ആക്കാനും പറ്റും. LLB കഴിയുമ്പോൾ തന്നെ പേറ്റന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. LLM വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ കോളേജിൽ ലെക്ചറർ ആവാൻ LLM കംപ്ലീറ്റ് ആയാലല്ലേ ഇന്റേൺഷിപ്പ് ചെയ്യാൻ കഴിയൂ? ഇല്ല, കോളേജിൽ ലെക്ചറർ ആവാനായിട്ട് ഇന്റേൺഷിപ്പ് മാറ്റർ ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾക്ക് വേണ്ടത് LLM ആണ്. LLM കഴിഞ്ഞ് നെറ്റ് പാസ് ആവണം. ഇപ്പോ ചില കോളേജുകളിൽ, പ്രൈവറ്റ് കോളേജുകളിൽ നെറ്റ് ഇല്ലാത്തവർ എടുക്കുന്നത് നെറ്റ് ഉള്ളവർ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ്. LLM കഴിഞ്ഞ് കഴിയുമ്പോൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതുകയും അത് പാസ്സാവുകയും ചെയ്തത് നെറ്റിന്റെ മാർക്ക് LLM കഴിഞ്ഞിട്ട് നെറ്റ് അപ്ലൈ ചെയ്ത നെറ്റിന്റെ മാർക്ക് 3 കാറ്റഗറി ആയിട്ടാണ്. ഇനി അടുത്ത വർഷം ഈ കഴിഞ്ഞ മാസം UGC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3 കാറ്റഗറി ആയിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് നമുക്ക് PhD ഇനിയിപ്പോ അടുത്ത 2 വർഷം കഴിയുമ്പോൾ PhD ഉള്ളവർക്ക് മാത്രമാണ് പഠിപ്പിക്കാനുള്ള ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആസ് ഓഫ് നൗ LLM മതി. നെറ്റ് എഴുതി കഴിഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ട് അതിന്റെ മാർക്ക് വരും. കാറ്റഗറി എന്ന് പറഞ്ഞാൽ JRF കിട്ടുന്നതാണ്. അതായത് JRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. എനിക്ക് JRF കിട്ടിയ വ്യക്തിയാണ്. അപ്പൊ 90% എബവ് മാർക്ക് ഉള്ളവർ, 100ൽ 90% എബവ് മാർക്ക് ഉള്ളവരെ JRF കാറ്റഗറിയിലോട്ട് പെടുത്തി നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് 1 മാസം പൈസ സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് തരും. നമ്മുടെ റിസർച്ച് എമൗണ്ട് വളരെ കൂടുതലാണ്. കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പേയ്മെന്റ് 45,000 rupees, 50,000 രൂപയാണ് ഇപ്പൊ തരുന്ന പേയ്മെന്റ്. രണ്ടാമത്തെ പാർട്ട്, B കാറ്റഗറിയിൽ പെടുന്നവര് നെക്സ്റ്റ് എലിജിബിലിറ്റിയോട് കൂടി, അതായത് ഈ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എലിജിബിലിറ്റി കിട്ടുന്നതിൽ ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 80% അബവ് കോളേജിൽ പഠിപ്പിക്കാനുള്ള കാറ്റഗറി, PSC നോട്ടിഫിക്കേഷൻ കോളേജിൽ അപ്ലൈ ചെയ്യാനുള്ള കാറ്റഗറിയുമായിട്ടാണ് മാർക്ക് കിട്ടുന്നത്. അപ്പൊ നെക്സ്റ്റ് ആണ് നമ്മൾ പാസ്സായി വരേണ്ടത് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആസ് ഓഫ് നൗ ക്ലിയർ ആണോ? ഡൗട്ട് ക്ലിയർ ആണോ? സംശയം പറഞ്ഞ ആൾക്ക് ഡൗട്ട് ക്ലിയർ ആണോ? ഇനി ക്രൈം ബ്രാഞ്ച് കയറാൻ ആഗ്രഹമുണ്ട്. അതിന് SSC
എക്സാം എഴുതണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും ഇപ്പൊ നമുക്ക് കേരളത്തിലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലോട്ട് പോകുന്ന ടെസ്റ്റുകളുണ്ട്. അതാത് പരീക്ഷകൾക്ക് ടെസ്റ്റുകൾ എന്താണെങ്കിലും എഴുതേണ്ടി തന്നെ വരും. ഇനി രണ്ടാമത്തെ പാർട്ടില് ക്രൈംബ്രാഞ്ചിലോട്ടും എല്ലാത്തിലോട്ടും കയറണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവർ LLB ഓപ്ഷൻ കൊടുക്കുന്നവർക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഒക്കെ കൊടുക്കും. അത് പിന്നെ ക്രൈംബ്രാഞ്ചിലോട്ടുള്ള അഡ്മിഷൻ കഴിഞ്ഞാൽ പോലീസിൽ കയറിയതിന് ശേഷം ഓരോ ബ്രാഞ്ചിലോട്ടും എടുക്കലാണ്. ഇപ്പം കെപ്പയിലുള്ളവര് എങ്ങനെയാണെന്ന് വെച്ചാൽ കെപ്പാന്നുള്ള കേരള പോലീസ് അക്കാഡമി കേട്ടോ. കേരള പോലീസ് അക്കാഡമിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവര് ഓരോ സ്പെഷ്യലൈസേഷൻ ഇപ്പൊ പോലീസിൽ കയറി കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ആ സ്പെഷ്യലൈസേഷൻ ഉള്ള ഏരിയയിൽ ഡിഗ്രി എടുക്കുന്നവർക്ക് ആ ബ്രാഞ്ചിലോട്ട് ഇപ്പൊ ക്രൈം ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് അതിന്റെ ഹെഡായിട്ടൊക്കെ മാറ്റുകയാണ് ചെയ്യുക. ഇനി സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ട ആൾക്കാരെ LLB ക്വാളിഫിക്കേഷൻ അതിൽ കഴിഞ്ഞേക്കുന്ന ആൾക്കാരെ അനുസരിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളും പ്രത്യേകത വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് ഇപ്പോ അവരുടെ ഇപ്പോ എന്താണ് ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസ് ഇല്ലേ, ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ ക്രൈസ്റ്റ് ഒക്കെ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസ് ആണ്. അവരിനി അടുത്ത വർഷം മുതൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ വളരെ ഏറ്റവും ജോലി സാധ്യത കൂടുതലുള്ള കോമ്പിനേഷൻ ഓഫ് കോഴ്സസ്. അപ്പോ ഫോറൻസിക്സ് BSc ഫോറൻസിക്സ് LLB എടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻ കോഴ്സസ് എന്ത് കൊണ്ടുവരും, ഈ ഓട്ടോണോമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരും. ഇനി വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതുപോലെ വളരെ റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിട്ട് ഡിഗ്രി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് അതാത് ഏരിയയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് സംശയമുള്ളത്? എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ആയ ഒരാൾ LLB എടുത്തു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്ന് പറഞ്ഞു തരുന്നു. LLB കഴിഞ്ഞേക്കണ എക്കണോമിക്സ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, LLB കഴിഞ്ഞേക്കണ എല്ലാവർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോകാൻ പറ്റാത്ത ഏരിയ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ദർ ഇസ് നോ ഏരിയ ദാറ്റ് വി കനോട്ട് ഗോ. ഇക്കണോമിക്സ് ആയവർക്ക് ഇത് ഇന്ന ആൾക്ക് ഇത് എന്നുള്ളത് കൺസെപ്റ്റ് ഇല്ല. പിന്നെ എക്കണോമിക്സ് ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് ഈ കോളേജുകളിൽ പഠിപ്പിക്കാൻ പോണതിനും ലീഗൽ ആസ്പെക്ട്സ് പോകുന്നതിനും അതിനൊക്കെ ഓപ്പണിംഗ് ഉണ്ട്. LLBക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന പർട്ടിക്കുലർ ഓപ്പണിംഗ് എന്നുള്ള മാറ്റർ വരുന്നില്ല. പിന്നെ BSc കോമ്പിനേഷൻസ് അനുസരിച്ച് പോകാവുന്നുള്ളൂ. എക്കണോമിക് ഇസ് ലൈക്ക് എനി അതർ ലോ ഡിഗ്രി. എല്ലാ ഓപ്പണിംഗും ട്രൈ ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് എക്കണോമിക്സ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്ലാസ് 2025 ഡീറ്റെയിൽസ് പറഞ്ഞു തരാവോ? ക്ലാസ് 2025 അവർ നോട്ടിഫിക്കേഷൻ എല്ലാം മെയ്യിലാണ് അവരുടെ എക്സാം നടത്തുന്നത്. അപ്പൊ അതിലെന്തോ ചേഞ്ച് ഇപ്പോ ഈ സെമിസ്റ്ററിൽ ഈ തവണത്തെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ റെഡി ആവുക, അപ്ലൈ ചെയ്യുക. അതിൽ ആ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് തന്നെ ഫുള്ളായിട്ടും എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായാൽ മതി. ഒരു വർഷത്തെ ട്രെയിനിങ് എന്താണെങ്കിലും വേണ്ടി വരും. നിങ്ങൾ അതിനനുസരിച്ച് ട്രെയിനിങ് കോളേജ് പോയി പഠിക്കണം. കാരണം ക്ലിയർ സ്കീം അല്ല ക്ലാസ്സിന്. അതിനൊരു സെപ്പറേറ്റ് ഡ്രസ്സിംഗ് പ്രിപ്പറേഷൻ പ്രോസസ്സ് തന്നെ ഉണ്ട് ക്ലാസ്സിൽ. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ എക്സാം എപ്പോഴായിരിക്കും ഉണ്ടാവുക? നോട്ടിഫിക്കേഷൻ ഇപ്പൊ വിളിച്ച മിക്കവാറും നവംബറിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. ആസ് ഓഫ് നൗ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്, കേരള എൻട്രൻസ് കമ്മീഷണർ ചെയ്യുന്നത് അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം മുതൽ ജൂണിൽ തന്നെ അഡ്മിഷൻ കഴിയുന്ന വിധത്തിൽ, അതായത് ജൂലൈയിലെങ്കിലും നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന വിധത്തിൽ ആക്കാനാണ് ശ്രമിക്കുന്നത്. ഉടനെ തന്നെ ഉണ്ടാവേണ്ടതാണ്. ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലോട്ട് എക്സാമിന്റെ ഡേറ്റ് വരും കേട്ടോ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നവംബറിലേക്ക് അഡ്മിഷൻ നടക്കുന്ന വിധത്തിലാണ് ഇപ്പോ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. മിസ്സിന്റെ ഒരു ക്ലാസ് കോളേജിൽ ഡയറക്റ്റ് കേട്ട ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ മിസ്സിന്റെ ക്ലാസ് എത്രത്തോളം ബെനിഫിറ്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മിസ് അതിന്റെ ഇടയ്ക്ക് പറയുന്ന ഇന്റേൺഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസിലടക്കം ഇന്റേൺഷിപ്പിന് ഏറ്റവും പ്രാധാന്യത്തോടെ കാണണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരാളാണ് നമ്മള് മിസ്. അതേപോലെ തന്നെ മിസ്സിന്റെ മോള് ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ പലരും വിചാരിക്കും LLBന്റെ സ്കോപ്പ് ഇല്ലാന്ന്. ഇപ്പോൾ മിസ് ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞപ്പോൾ മിസ്സിന്റെ 2 മക്കളും LLB സ്റ്റുഡൻസ് ആണ്. ഒരാളിപ്പോ നമ്മുടെ കോളേജ്, 2 ആളും നമ്മുടെ കോളേജിൽ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഒരു അവസരമാണ്, ആ അവസരം പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. അതിന്റെ കോച്ചിങ്ങും കാര്യങ്ങളും നമ്മുടെ ആധാർ സ്റ്റഡി സർക്കിളിന്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൈവറ്റ് ആയിട്ടും അല്ലാതെയും കോച്ചിങ് എടുക്കാം. അപ്പോൾ ആധാർ സ്റ്റഡി സർക്കിളിന്റെ കീഴിൽ കോച്ചിങ്ങിന് പ്രൊവൈഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും അതിന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ മെസ്സേജിന്റെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മോട് സഹകരിച്ച നമുക്ക് ക്ലാസ് എടുത്ത് തന്ന നമ്മുടെ ടീച്ചിങ്സിനും അതേപോലെ തന്നെ ക്ലാസ് കേട്ട എല്ലാ ആസ്പിറൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലെഫ്റ്റ് അടിക്കുക, ബാക്കി കാര്യങ്ങൾ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. മാഡം ഭാവിയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാഡത്തിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്ന എന്തെങ്കിലും മീഡിയ ഉണ്ടോ മാഡം? നോ പ്രോബ്ലം. എന്റെ നമ്പർ ഞാനിപ്പോ പറയാ, വിളിച്ചോളൂ കേട്ടോ. നോ പ്രോബ്ലം. 8075-785-267. ടൈപ്പ് ചെയ്തിടാമോ മോസിൻ മണി? ഞാൻ ഈ നമ്പർ പറയുന്ന ഒന്ന് മെസ്സേജസിൽ ഇട്ട് ആർക്കെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്യാം. 8075-785-267. താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. ഒന്നും കൂടി നമ്പർ ഒന്ന് പറയോ? 8075 785-267. 8075-785-267. മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മിസ് 7 മെസ്സേജിൽ. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.